ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ വൈദ്യുതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആലത്തൂരിൽ പ്രതിഷേധം. നാഷണൽ കോർഡിനേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി തൊഴിലാളികൾക്ക് 2 മണിക്കൂർ ജോലിയിൽ നിന്നും വിട്ടുനിന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. CITU ഡിവിഷൻ സെക്രട്ടറി KN രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 2014 ശേഷം ആ ബോർഡ് മാറി. വെള്ള ബോർഡ് നീല മഷി കൊണ്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് മാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്തൊരു ലിമിറ്റഡ് എന്ന് കൂടി ഇടിച്ച് അതിനർത്ഥം എന്താണ്? അതെപ്പോൾ വേണമെങ്കിലും സ്വകാര്യവൽക്കരിച്ച് വഴിയിൽ കൂടെ പോകുന്ന പണമുള്ള ആരുടെയെങ്കിലും കൈകളിലേക്ക് ഇത് കൊടുക്കാം. കേരളത്തിൽ എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലുള്ളത് കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഇവിടെ തയ്യാറാവാം. അതുകൊണ്ട് നമ്മളൊക്കെ കേരളത്തിൽ വളരെ സുഖകരമായി ഇങ്ങനെ നിന്നു പോവുകയാണ്, ജീവനക്കാർ ഉൾപ്പെടെ. അപ്പോൾ മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും പ്രധാനപ്പെട്ട നിലനിൽപ്പതാണ് വെള്ളവും വെളിച്ചവും. പ്രധാനപ്പെട്ട നിലനിൽപ്പ് വെള്ളവും വെളിച്ചവുമാണ്. ആ വാട്ടർ അതോറിറ്റി നമ്മൾ വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന വാട്ടർ അതോറിറ്റിയും സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമില്ല. വാട്ടർ അതോറിറ്റി സ്വകാര്യവൽക്കരണം അത് സമരത്തിലായിപ്പോൾ. പക്ഷെ കേരളത്തിലായതുകൊണ്ട് ഇപ്പം തൽക്കാലം ഇതൊന്നും നടക്കുന്നില്ല. പക്ഷെ കേരളത്തിൽ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ഇതെല്ലാം വലിയ സ്പീഡിൽ സ്വകാര്യവൽക്കരണം നടപ്പിലാകും. കൃഷ്ണദാസ് അധ്യക്ഷനായി. S. സുഭാഷ്, പരമൻ, ബാലകൃഷ്ണൻ, ബിന്ദു, C. രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.